ചിന്താണി മാർക്കറ്റിലെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. ആ വണക്കം വണക്കം. നമ്മളിന്ന് വാങ്ങിക്കുന്ന പശുക്കളാണ് ഈ കാണുന്നത് എല്ലാവരും. അണ്ണാ കാലിക്കറ്റ് ടീം ഇതിൽ വാങ്ങി മുടിയില്ല, ഇനി 10 എടുക്കണം. അപ്പൊ നമ്മ ഇന്ന് ടോട്ടൽ എവിടെ മാട് വാങ്ങിയിരിക്കും അണ്ണാ? ഓരോ പശു ജസ്റ്റ് ഒന്ന് പറയാം. 35 ലിറ്റർ വരെ പ്രതീക്ഷിക്കും. നല്ല അണ്ണയൊക്കെ നല്ല ഹെവി സൈസ്, നല്ല അടിപൊളി. എത്ര സെയിൽ പോകുന്നുണ്ട് ലോക്കലായിട്ട് അല്ലാതെ കൊടുക്കുന്നത് നമ്മൾ ചില്ലറ വിൽപ്പന എന്ന് പറയുന്നത്? 25 ഒരു ഗ്ലാസ്സിന് 25. അപ്പോൾ ഒരു ലിറ്ററിന് എത്ര വരും? 60 രൂപ. ഒരു ലിറ്ററിന് 60 രൂപ വരും ലോക്കലിൽ കിട്ടുവാണെങ്കിൽ അല്ലേ? ഹലോ എല്ലാവരും നമസ്കാരം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചിന്താമണി മാർക്കറ്റാണ്. നമ്മൾ ഈ ആഴ്ച നമ്മുടെ വാങ്ങിക്കുന്ന കിട്ടിലും പശുക്കളുടെ കളക്ഷൻ കാണുന്നത്. ഈ ഒരു പശുക്കളുടെ എല്ലാം വില നല്ല ഡീറ്റെയിൽസ് തുടങ്ങിയിട്ടൊരു വീഡിയോസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വരുന്നു. മാക്സിമം വീഡിയോസ് ഫുള്ള് കണ്ട് നോക്കുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. നേരെ പോകാം വീട്ടിലേക്ക്. ഷെക്കണോ വണക്കണോ, എപ്പടി ഇരിക്കണ? നമ്മളിപ്പോൾ എന്താ മാർക്കറ്റിലാണ്? ചിന്താമണി മാർക്കറ്റിൽ ടോട്ടൽ ഇന്ന് എത്ര മാട് വാങ്ങിയിരിക്കണം? ഈ കാണുന്നത് 35 അടിപൊളി കിട്ടിൽ കാണാം. 35 പശുക്കളാണ്. കാരണം ഓരോ പശുക്കൾ ജസ്റ്റ് ഒന്ന് പറയാം. 35 ലിറ്റർ വരെ പ്രതീക്ഷിക്കും. നല്ല അണ്ണയൊക്കെ നല്ല ഹെവി സൈസ്, നല്ല അടിപൊളി. നല്ല സൈസിലും ഉണ്ട്, ബ്രീഡിലും ഉള്ള പശുവാണ്. 35 ലിറ്റർ വരെ പ്രതീക്ഷിക്കാം നമുക്ക്. 35 ലിറ്റർ. ഇതൊക്കെ എന്ത് പ്രൈസ് റേഞ്ച് വരുവാണ്? ഏകദേശം 1 ലക്ഷത്തിൽ. ഇപ്പൊ നമ്മൾ വാങ്ങി ഏറ്റവും കുറഞ്ഞ വിലക്ക് എത്ര രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട്? കൂടിയ വിലക്ക് എത്ര വാങ്ങിയിട്ടുണ്ട്? 65 രൂപ മുതൽ വാങ്ങിയിട്ടുണ്ട്. പിന്നെ മാക്സിമം 1 ലാക്ക് പ്ലസ് ആണ് എല്ലാം. ബാക്കി എല്ലാം ബ്രീഡ് 1 ലാക്ക് പ്ലസ് ആണ്. 20-25 ലിറ്റർ കൊല്ലം കൊല്ലത്തേക്ക് വാങ്ങിയാണ്. ചേട്ടാ നമസ്കാരം. ഏട്ടാ എവിടെ സ്ഥലം നമ്മുടെ? കൊല്ലം ജില്ല തെന്മല. ഒറ്റയ്ക്കാണോ വന്നേ? മോനും വന്നിട്ടുണ്ട്. ഓക്കെ. എത്ര പശുക്കളുണ്ട് നമുക്ക് ഫാമില്? 12 എണ്ണം ഇപ്പോൾ ഉണ്ട്. ആദ്യമായിട്ടാണോ മാർക്കറ്റിൽ വരുന്നത്? വേറെ ഏതെങ്കിലും മാർക്കറ്റിൽ പോയിട്ടുണ്ടോ? എങ്ങനെയുണ്ട് ഇവിടുത്തെ പശുക്കളെ കളക്ഷൻ ഒക്കെ? എങ്ങനെയുണ്ട്? അടിപൊളി പശുക്കളാണ്. നമ്മൾ എടുത്ത പശുക്കൾ എങ്ങനെയുണ്ട്? അടിപൊളി പശുക്കളാണ്. ഓക്കെ. എങ്ങനെയുണ്ട് പാലൊക്കെ? നമ്മൾ എത്ര കിട്ടുന്ന പശുക്കളുണ്ട് നിലവിൽ ഫാമില് ഉള്ളത്? ആ, ഇത്രയും കൂടിയ പശുക്കൾ ആദ്യമായിട്ട് എടുക്കുകയാണല്ലേ? എത്ര ലിറ്റർ വരെ കിട്ടും പശുക്കളുണ്ട്? എടുത്ത് ഇപ്പൊ നമ്മൾ എടുത്തേക്കുന്ന ഈ 2 എണ്ണം കാണുന്നത് അല്ലേ? ഈ 2 നല്ല അടിപൊളി പശുക്കളാണ്. നല്ല ഇത് എത്ര പ്രസംഗം എത്ര ദിവസം ഗ്യാപ്പ് ഉണ്ടോ? ഇതൊക്കെ 10 ദിവസം ഗ്യാപ്പുള്ള പശുക്കളാണ്. ഈ കാണുന്നതൊക്കെയാണോ? ഇതൊക്കെ കന്നി പശുക്കളാണത്? ഇത് കന്നി പശുക്കളാണ്. ഇത് രണ്ടാമത്തെ പ്രസവമാണ്. ഫുള്ളാണ്. ഇതൊക്കെ എത്ര പാല് പ്രതീക്ഷിക്കണം? 25 ലിറ്റർ. ഇത് പ്രസവിച്ചതാ? ഇത് പ്രസവിച്ച അടിപൊളി പശുക്കളാണ്. ഇത് ഇതൊക്കെ എന്ത് പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ട്? ഏകദേശം 1 ലാക്ക് പ്ലസാ? 1 ലക്ഷം 1 ലാക്ക്. ഇതെല്ലാം അടിപൊളി പശുക്കൾ. പ്രസവിച്ചത് കൊണ്ട് ചനയും കിട്ടും അല്ലേ? ഇതെല്ലാം പ്രസവിക്കാൻ എത്ര ദിവസം ഗ്യാപ്പ് ഉണ്ട്? ഇതൊക്കെ 20 ദിവസം ഗ്യാപ്പുള്ള അടിപൊളി പശുക്കളാണ്. മടി ഇറങ്ങി വരാം അവിടെ. നല്ല ഇതിൽ മടി ഇറങ്ങി വരാം. അണയൊക്കെ നല്ല ഹെവി സൈസ് കന്നി പശുക്കളാണ്. ഇതെല്ലാം 1 ലാക്ക് പ്ലസ് വരുന്ന വെടിക്കെട്ട് പശു. 90-95 എല്ലാം വന്നിട്ടുണ്ട് അല്ലേ? 90-95 പ്ലസ്. അതൊന്ന് കാണിക്കും. ഇത് എന്ത് പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ട്? ഇത് 95-ൽ 20 ലിറ്റർ കിട്ടുന്ന കന്നി പ്രസവം. നല്ല അടിപൊളി മടിസെറ്റൊക്കെ ഇട്ട് നല്ല ഒരു പശുവാണ്. 95 പ്ലസ് പ്രസവിച്ച പശുവാണ് അതല്ലേ? ഇതൊക്കെ പ്രസവിച്ച പശുക്കള്. ചനയായിട്ട് ഇരിക്കുന്ന കന്നി പശുക്കളാണ്. ഇതൊക്കെ എന്ത് പാല് പ്രതീക്ഷിക്കണം നമുക്ക്? മിനിമം നമ്മൾ 20 ലിറ്റർ ആണ് അല്ലേ? അതിൽ കുറഞ്ഞ പശുക്കൾ എടുത്തിട്ടില്ല. എല്ലാം അടിപൊളി. നല്ല ഗ്യാപ്പിൽ നല്ല കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ട്. ചന ഇതിപ്പം മാർക്കറ്റിൽ പ്രസവിച്ച് കിടന്നു അല്ലേ? ഇപ്പം പ്രസവിച്ചതാണ് ഇരിക്കുന്നത്. ആണ് ഇതിപ്പോ ഈ ഒരു മാർക്കറ്റിൽ വരണമെങ്കിൽ ഏത് ദിവസമാണ് വിളിച്ച് പറഞ്ഞത്? ഞായറാഴ്ച രാവിലെ മാർക്കറ്റ്. വെള്ളിയാഴ്ച ശനിയാഴ്ച ചോദിച്ചാൽ മതി. വെള്ളിയാഴ്ച ശനിയാഴ്ച വിളിച്ച് പറയണം. എത്ര പശുക്കൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ 100 പശുക്കളെ എടുത്തില്ല. ഇവിടുന്ന് എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ? എങ്ങനെയാണ്? വണ്ടി കിലോമീറ്റർ 32 രൂപ 10 കൊള്ളോ 10. ഇവിടുന്ന് നമ്മുടെ സേലത്ത് കൊണ്ടുപോയിട്ടാണ് ഡയറക്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ആണോ? എല്ലാ ട്രാൻസ്പോർട്ട് എല്ലാം ഇവിടെ റെഡിയാക്കി കൊടുക്കട്ടെ. സേലത്തിൽ വേണമെങ്കിൽ ഫാമിലെ നിപ്പാട്ടി അവിടെ തീറ്റെല്ലാം കൊടുത്തിട്ട് അവിടുന്നാണ് ലോഡ് പോയി. കേരളത്തിൽ എല്ലാ ജില്ലയിലേക്ക് വേണമെങ്കിൽ ഇപ്പൊ 1-2 വേണമെങ്കിലും വാങ്ങാൻ പറ്റും. എല്ലാവർക്കും ഒരു സംശയമാണ്, അണ്ണാ ഒരു പശു 2 പശു വാങ്ങാൻ പറ്റും. ഇപ്പൊ കൊല്ലത്തുനിന്ന് 2 പശുക്കൾ വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെ ഇത് ഡെലിവറി എങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്? ഇപ്പൊ ഡെലിവറി എല്ലാം ഇവിടെ സേലം പോയി സേലത്തിൽ സെപ്പറേറ്റ് വണ്ടി കൊടുക്കും. സേലത്തുനിന്ന് വേറെ സെപ്പറേറ്റ് 2 പശുക്കൾ കൊണ്ടു കൊടുക്കും. സേലം വരെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എவ்வளவு ചാർജ് വരണം? ഒരു പശുക്ക് 3000 രൂപ. 3000. പിന്നെ വേറെ എവിടെയൊക്കെ ഏതൊക്കെ ജില്ലയിലേക്ക് വാങ്ങിയ പശുക്കളാണ് നിൽക്കുന്നത്? കൊല്ലം എടുത്തിരിക്കണം, വയനാട് എടുത്തിരിക്കും, അവർ കാലിക്കറ്റ് എടുത്തിരിക്കും.
ശക്തിയാണ്. ഇതിലിപ്പോ എത്ര പശുക്കൾ കയറ്റിട്ടുണ്ടോ? 6 പശുക്കൾ. നേരെ സേലത്തേക്ക് പോവാണോ? ഇതെല്ലാം പൊള്ളാച്ചി പോകണം. പൊള്ളാച്ചി പാലക്കാട് ബോർഡറിലേക്ക് പോവാണല്ലേ? ഡയറക്റ്റ് ഈ വണ്ടിയിലേക്ക് പോവാ? ഡയറക്റ്റ് ഈ വണ്ടി പോകണം. അവിടെ വണ്ടി വന്ന്. ശരി. ഇത് എത്ര കിലോമീറ്റർ എത്ര ചാർജ് ചെയ്ത്? എല്ലാം 30 രൂപ 32 രൂപ. വൺ സൈഡ് ഇപ്പോൾ ഒരു 32 രൂപ. എത്ര പശുക്കളുണ്ട് അതിനകത്ത്? 6 പ്രസവിച്ചത് കുട്ടികളോട് കുഴപ്പമുണ്ടല്ലേ? ചേട്ടാ നമസ്കാരം. നമസ്കാരം. എവിടെ സ്ഥലം? ഇവിടെ പാലക്കാട് ഗോപാല പറഞ്ഞു. പാലക്കാട് ഗോപാലപുരം. പാലക്കാട് ഡിസ്ട്രിക്ട് ഗോപാല. ഇവിടെ ആദ്യമായിട്ട് വരുവാണോ? ഇല്ല, നമ്മ ഇതോടെ 2-3 നാൾ 2 നാളായിട്ട് വന്നോണ്ടിരിക്കും ചിന്താമണി. ഇന്ന് എത്ര പശുക്കൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു? ഇന്ന് 3 നേരത്തെ വാങ്ങിയ പശുക്കളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കൊണ്ടുപോയിട്ട്? കുഴപ്പമില്ല. നേരത്തെ എടുത്തത് നമ്മൾ ടെസ്റ്റിന് വേണ്ടി കൈപ്പാൽ മാടാണ് എടുത്തത്. കന്നി പശു എടുത്തു? കൈപ്പാൽ മാട്. കൈക്കറവ. എത്ര പാല് വരെ കിട്ടി നമുക്ക്? അതൊക്കെ അത് 15 ലിറ്റർ പറഞ്ഞു സത്യം. അവിടെ എത്തുമ്പോൾ 20 ലിറ്റർ കിട്ടി. 20 ലിറ്റർ കിട്ടി. ഇനി പ്രസവിക്കാനായി. ഇപ്പൊ അടുത്ത പ്രസവിക്കാറായിട്ടുണ്ട്. 25 ലിറ്റർ 30 ലിറ്റർ കിട്ടും എന്തായാലും. ഇപ്പൊ നമ്മൾ വാങ്ങിയ പശുക്കളാണ് ഈ വണ്ടിയിൽ കയറ്റാൻ പോകുന്നത്. ഇന്ന് എത്ര മൊത്തം 3 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് പശുക്കളെ വാങ്ങുമ്പോൾ എന്താ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എങ്ങനെ നോക്കിയെടുക്കണം? കാമ്പുകളൊക്കെ നോക്കണം. പിന്നെ കാച്ചലുണ്ട്, വേറെ എന്താ ഇത് പല്ലൊക്കെ നോക്കിയിട്ട് എടുക്കുക. എല്ലാം നമ്മൾ പ്രായം കുറഞ്ഞ പശുക്കളെയാണ് നോക്കിയെടുത്തേക്കുന്നത്. വേറെ ഏതെങ്കിലും മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ടോ? ഇല്ല. ഇവിടെ തന്നെ ഇപ്പൊ ഇവിടുന്ന് തന്നെ എടുക്കുന്നുള്ളൂ. എടുക്കുമ്പോൾ നമുക്ക് ഒരു 5 മാസം വരെ പാൽ ഉറപ്പായി തീർച്ചയായി കിട്ടിക്കൊണ്ടിരിക്കും. പാല് പറ്റത്തില്ല. ഇവിടുത്തെ പശുക്കളുടെ ഒരു പ്രത്യേകത, പാല് പെട്ടെന്ന് പറ്റത്തില്ല. നമുക്ക് കുറെ 1 വർഷം വരെയൊക്കെ നല്ല രീതിയിൽ പാല് കിട്ടുകൊണ്ടിരിക്കും അല്ലേ? ചന പിടിച്ചാലും പെട്ടെന്ന് പാല് പറ്റത്തില്ല, കുറയത്തില്ല. മാക്സിമം എത്ര വരെ പാലുള്ള പശുക്കളുണ്ട് ഫാമില്? ഇവിടെ നമ്മളിത് ഒരു 22 ലിറ്റർ ഉള്ള പശുക്കളാണ് നിൽക്കുന്നത്. മൊത്തം എത്ര പശുക്കളുണ്ട്? ഇപ്പൊ 5 എണ്ണേ ഉള്ളൂ. 8 എണ്ണം ആയിട്ടുണ്ട്. മൊത്തം 8 പശുക്കളായിട്ടുണ്ട്. ഇനി ഒരു 3 മാസം കഴിഞ്ഞിട്ട് മറുപടി ഒരു 3 എണ്ണം എടുക്കാം. 3 മാസം ഗ്യാപ്പിട്ട് എടുക്കും. ഇതിന്റെ പാല് കുറച്ച് കുറഞ്ഞു വരുന്ന സമയത്ത് സ്ഥിരമായി വരും. കണ്ടിന്യൂ നിൽക്കാൻ വേണ്ടിയിട്ട്. ഒറ്റയ്ക്കാണോ വന്നേതാ? ചേട്ടൻ ഞങ്ങൾ രണ്ടുകൂടെ വന്നിട്ടേക്കാണ് അല്ലേ? ജോലിക്ക് ആളെ വെച്ചിട്ടുണ്ടോ? നമ്മൾ തന്നെയാണോ? നമ്മൾ തന്നെയാണ് എല്ലാം ചോദിക്കുന്നത്. പാലൊക്കെ എങ്ങനെ ലോക്കൽ സെയിലാണോ? സൊസൈറ്റി. എത്ര രൂപ കിട്ടുന്നുണ്ട് അവിടെ? 45 വരെ കിട്ടുന്നുണ്ട്. എന്തൊക്കെ തീറ്റ കൊടുക്കുന്നുണ്ട്? സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഫുഡ്? മിൽമ ഫീഡ് ഉണ്ട്, കൂടെ സാന്തി ഫീഡ് ഉണ്ട്, പരുത്തിക്കോട്ട പുണ്ണാക്കുണ്ട്, ഗോതമ്പ് പൊട്ടുണ്ട്, തവിട് കൊടുക്കുന്നുണ്ട്. പിന്നെ സൈലേജ് കൊടുക്കുന്നു. സൈലേജ് എന്തോ വില കിട്ടുന്നുണ്ട് നമുക്ക് അവിടെ? ഇപ്പൊ അവിടെ വന്നിട്ട് 50 കിലോ മൂട്ട 350 രൂപയിൽ നിന്ന് 400 രൂപ വരെ നമുക്ക് സബ്സിഡി കിട്ടും. മിൽമ എന്ന സൊസൈറ്റി വരെ തരുന്നുണ്ട് അല്ലേ? ഇവിടുന്ന് കൊണ്ട് പശുക്കൾ എല്ലാവരും 20+ എന്തായാലും കിട്ടുന്നുണ്ട്. ശക്തിയുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? 3 കൊല്ലമായിട്ട് അറിയാം എടുത്തു തരുന്നുണ്ട്. കുഴപ്പമില്ല. നമ്മൾ നല്ല പ്രായം കുറഞ്ഞ പശുക്കൾ നോക്കി എടുത്താൽ മതി. അത്യാവശ്യം പാല് കിട്ടും അല്ലേ? ഓക്കെ ഏട്ടാ, താങ്ക് യു സോ മച്ച്. 3 എണ്ണം എടുത്തോ? അപ്പോൾ ഇതായിരുന്നു ഓർമ്മ അല്ലേ? ഇത് കന്നിയാന്ന് തോന്നുന്നു അല്ലേ? മാറിപ്പോയി. വണക്കം. ശക്തിനാ, ഇതിലിപ്പോ എത്ര പശുക്കളുള്ളൂ ഈ വണ്ടിക്കകത്ത്? 8 എണ്ണം. ഈ 8 പശുക്കൾ എങ്ങോട്ട് പോകുന്നതാണോ? 8 പശുക്കൾ പാലക്കാട് പോകുന്നതാണ്. ഡയറക്റ്റ് പോകണം? സേലത്ത് പോയിട്ട് പോകണം?